അങ്ങനെ പോലീസുകാർ നന്ദിനിയെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ തക്ക സമയത്തിന് യതീന്ദ്ര സാർ അവിടെ എത്തുകയാണ്. അദ്ദേഹം ഈ കാഴ്ച കാണുമ്പോൾ ഷോക്കാവാണ്. പോലീസിന്റെ അടുത്ത് നിന്ന് ചോദിക്കുക, എന്തായത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? സർ, നിങ്ങൾ എന്തിനാ നന്ദിനിയെ പിടിച്ചുകൊണ്ട് പോകുന്നത്? അപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, സർ, ഇവിടെ നിന്നും പണവും ആഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പരാതി കിട്ടിയിട്ടുണ്ട്. അത് ഇവളെ എടുത്തു എന്നാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ മൊഴി. അപ്പോൾ യതീന്ദ്ര സാർ മക്കളെയൊക്കെ ഒന്ന് നോക്കുകയാണ്. ആ സമയത്ത് ഇന്ദ്രജ പറയുന്നുണ്ട്, ആഭരണങ്ങളും പണവും ഒക്കെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഡാഡി. ഞങ്ങൾ പാർട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ എല്ലാം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇവളല്ലാതെ വേറെ ആരാണ് ഇതൊക്കെ ചെയ്യുക? അപ്പോൾ വേദ പറയുന്നുണ്ട്, എത്ര ചോദിച്ചിട്ടും ഇവൾ സത്യം പറയുന്നില്ല അച്ഛാ. അതാണ് പോലീസിനെ വിളിച്ചത് എന്ന് പറയാൻ. എല്ലാം കേട്ട ശേഷം യതീന്ദ്ര സാർ പോലീസിനോട് പറയുന്നുണ്ട്, സാർ, നന്ദിനിയെ ഇവരെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എസ് ഐ ചോദിക്കുന്നുണ്ട്, അതെന്താ, പരാതി തന്നാൽ ഞങ്ങൾക്ക് അത് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കാതിരുന്നിട്ട് വേണം ഞങ്ങൾക്ക് കർത്തവ്യബോധം ഇല്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞു നടക്കാൻ അല്ലേ? സിറ്റിയിലെ പല വീടുകളിലും വേലക്കാരികൾ ഇതുപോലെയുള്ള തോന്നിയാസങ്ങൾ കാണിക്കാറുണ്ട്. അപ്പോൾ യതീന്ദ്ര സാർ എസ് ഐയോട് പറയുന്നുണ്ട്, സാർ, നന്ദിനി ഇവിടുത്തെ വേലക്കാരിയല്ല, ഈ വീടിന്റെ മരുമകളാണ്. ഇത് കേൾക്കുമ്പോൾ എസ് ഐ ഒന്ന് ഷോക്കാവാൻ. മരുമകളോ എന്ന് ചോദിക്കുകയാണ്. അതെ സാർ, ഈ നിൽക്കുന്നത് എന്റെ മകൻ സൂര്യയുടെ ഭാര്യയാണ്. അപ്പോൾ പിന്നിൽ നിൽക്കുന്ന മക്കളൊക്കെ ഒന്ന് ഷോക്കാവാൻ. പോലീസ് അവരുടെ മുഖത്തേക്കൊക്കെ മാറി മാറി നോക്കിയാണ് ട്ടോ. വീണ്ടും യതീന്ദ്ര സാർ പറയുന്നുണ്ട്, എന്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെയാണ് ഈ വിവാഹം നടന്നത്. അതിന്റെ വൈരാഗ്യം നന്ദിനിയോട് അവർക്കുണ്ട്. അപ്പോൾ ഇന്ദ്രജയും വേദയ്ക്ക് ആകെ ഇല്ലാണ്ടായി നിൽക്കുകയാണ്. ഇന്ദ്രജ പറയുന്നുണ്ട്, ഡാഡി, ഞങ്ങൾ വൈരാഗ്യം കാണിച്ചതുമല്ല, സത്യം തന്നെയാണ് ആഭരണങ്ങൾ പോയി എന്ന കാര്യം. അപ്പോൾ യതീന്ദ്ര സാർ, മിണ്ടാതെ നിൽക്കവിടെ എന്ന് പറയാണ്. അത് കേട്ട് അവർ ഒന്ന് ഷോക്കാവാണ്. ശേഷം എസ് ഐ പറയുന്നുണ്ട്, സാർ, ഇതൊരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. വെറുതെ ഒരു കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ ആ കുട്ടിയെ ഉപദ്രവിക്കരുത്. ഇത് കേട്ടതും വനിതാ കോൺസ്റ്റബിളെ നന്ദിനിയുടെ കയ്യിൽ നിന്ന് കൈ വിടുകയാണ്. എസ് ഐ ചോദിക്കുന്നുണ്ട് ഇന്ദ്രജയോടും വേദയോടൊക്കെ, ഇത് നിങ്ങളുടെ അച്ഛനാണോ? അതെ എന്ന് പറയാണ്. അപ്പോൾ വീണ്ടും എസ് ഐ ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹം പറഞ്ഞ സത്യമാണോ? ഈ പെൺകുട്ടി ഈ വീടിന്റെ മരുമകളാണോ? അപ്പോൾ അവർ ആണ്, അതെ സർ എന്നൊക്കെ പറയാൻ ട്ടോ. എന്നിട്ട് നിങ്ങൾ എന്തിനാ അത് മറച്ചു വെച്ചത്? ശേഷം വിജയോട് ചോദിക്കുന്നുണ്ട്, ഫോൺ ചെയ്തപ്പോൾ വീട്ടിലെ വേലക്കാരി എന്ന് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പോൾ വിജയ് പേടിക്കാൻ, വേലക്കാരിയെ പോലെ എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോൾ എസ് ഐ ഷൗട്ട് ചെയ്യാണ്, മിണ്ടിപ്പോകരുത്. നിന്നെ പോലുള്ളവരുടെ കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടല്ല സർക്കാർ ഞങ്ങൾക്ക് ഈ യൂണിഫോമും തന്ന് പോലീസ് ഇരുത്തിയിരിക്കുന്നത്. ഇനി മേലിൽ ഇങ്ങനെ സംഭവം ആവർത്തിക്കാൻ പാടില്ല. മാത്രവുമല്ല, ഈ കുട്ടി ഏതെങ്കിലും വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നറിഞ്ഞാൽ അറിയാലോ, ഗാർഹിക പീഡത്തിന്റെ വകുപ്പ് എന്താണെന്ന്, അകത്ത് കിടക്കേണ്ടി വരും. അമ്മയും മക്കളും എല്ലാവരും കൂടി എന്ന് പറയാണ്. ശേഷം എസ് ഐ യതീന്ദ്ര സാറിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, സോറി സർ, ഞങ്ങളെ വിളിച്ചു വരുത്തിയാൽ ഞങ്ങൾക്ക് വന്നല്ലേ പറ്റൂ. നിങ്ങൾ കൃത്യസമയത്ത് വന്നത് നന്നായി എന്ന് പറഞ്ഞിട്ട് കൂടെയുള്ളവരെയും വിളിച്ച് പോലീസ് അവിടെ നിന്നും പോവാൻ ട്ടോ. ശേഷം നന്ദിനി അവിടെ നിന്ന് പൊട്ടിക്കരയാൻ ട്ടോ. ഇത് കാണുന്ന യതീന്ദ്ര സാറിന് വളരെ സങ്കടം തോന്നുകയാണ്. അദ്ദേഹം അവളുടെ അടുത്ത് നിന്ന് ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് അവളെ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വാ മോളെ, എല്ലാം പോട്ടെ, നീ നടക്ക് എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി അകത്തേക്ക് പോവാണ്. പിന്നാലെ തന്നെ വേദയും ഇന്ദ്രജയും വിജയും കൂടി അകത്തേക്ക് പോവാണ്. എന്നാൽ പത്മമാകത്തെ അകത്ത് കയ്യും കെട്ടി എല്ലാം നോക്കി നിൽക്കുകയാണ് ട്ടോ. അപ്പോൾ യതീന്ദ്ര സാർ വന്നിട്ട് പത്മയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, കൃത്യമായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് പറഞ്ഞേൽപ്പിച്ചിട്ട് കയ്യും കെട്ടി അണിയറയിൽ നോക്കി നിൽക്കുകയാണല്ലേ? അപ്പോൾ പത്മൻ ചോദിക്കുന്നുണ്ട്, മരുമകളെ പോലീസുകാരിൽ നിന്നും രക്ഷിച്ചു, പക്ഷേ ഈ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടതെല്ലാം ആര് തരും? നാളെ ഇവളെ ഈ വീട് മൊത്തം കൊള്ളയടിച്ചാൽ ആരുത്തരം പറയും? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നന്ദിനി അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല, അതിലെനിക്ക് 100% ഉറപ്പുണ്ട്. ഇത് കേൾക്കുന്ന വേദ ഡാഡി എന്ന് വിളിക്കുകയാണ്. മിണ്ടിപ്പോകരുത് നീ. പണമോ ആഭരണമോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിയായ മോഷ്ടാവിനെയാണ് കണ്ടെത്തേണ്ടത്, അല്ലാതെ കിട്ടിയ അവസരം ഉപയോഗിച്ച് ഇവളെ ദ്രോഹിക്കുകയല്ല വേണ്ടത്. പത്മ, താനും ഒരു അമ്മയാണ്. കാലം നിന്നോട് ഒരിക്കലും കണക്ക് ചോദിക്കാതെ പോകില്ല. ഈ പെൺകുട്ടിയെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിന്റെ പേരിൽ ഒരിക്കൽ നിനക്ക് വേദനിക്കേണ്ടി വരും. എന്നിട്ട് വാ മോളെ എന്നും പറഞ്ഞ് നന്ദിനിയെ വിളിച്ചോണ്ട് അകത്തേക്ക് പോവാണ്ട് യതീന്ദ്ര സാർ. അദ്ദേഹം പോകുമ്പോൾ പത്മ അവിടെ നിന്ന് വിളിച്ചു പറയാണ്, കൊണ്ടുപോയി ആശ്വസിപ്പിച്ച് ഈ വീട് എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക മരുമകൾക്ക്. അതിനിടയ്ക്ക് ഇന്ദ്രജ് ചോദിക്കുന്നുണ്ട്, മമ്മി, എന്റെ നഷ്ടപ്പെട്ടു പോയ ആഭരണം? അപ്പോൾ പത്മ പറയുന്നുണ്ട്, പൊന്നോ പണമോ ഒന്നുമല്ല, നഷ്ടപ്പെട്ടു പോയ അഭിമാനമാണ് തിരിച്ചു പിടിക്കേണ്ടത്. ഇതിപ്പോൾ പോലീസുകാരുടെ മുന്നിൽ വരെ അവൾ മരുമകളുടെ സ്ഥാനം ഉറപ്പിച്ചു. അതില്ലാതായേ പറ്റൂ. ഓ, ആ നശിച്ചവൾ ഇല്ലാതായേ പറ്റൂ എന്ന് പറഞ്ഞ് പത്മം ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ട്ടോ. പിന്നീട് കാണിക്കുന്നത് മിത്രയാണ്. അവൾ സ്റ്റൈലായിട്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരികയാണ് ട്ടോ. താഴെ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ രണ്ട് മോഷ്ടാക്കളായിരുന്നു. എന്തായി, ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്തോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് അവരോട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതെ മാഡം, ഞങ്ങൾ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. സൂര്യ സാർ അയച്ച മെക്കാനിക്കാണെന്ന് പറഞ്ഞ് അവൾ തന്നെ ഞങ്ങൾക്ക് മുറികളെല്ലാം തുറന്നു തന്നു. പക്ഷെ ഒരു വലിയ വീട്ടിൽ നിന്നും കിട്ടാവുന്നത്ര പണമോ ആഭരണങ്ങളോ ഞങ്ങൾക്ക് അവിടെ നിന്നും കിട്ടിയിട്ടില്ല. വെറും 15 പവൻ സ്വർണ്ണാഭരണങ്ങളും 4 ലക്ഷം രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ അത് എവിടെ എന്ന് ചോദിക്കുന്നത്, അത് അവർ എടുത്തു കൊടുക്കേണ്ടോ. എന്നിട്ട് അവൾ അതെല്ലാം നോക്കിയിട്ട് അവർക്കുള്ള പണം തിരികെ കൊടുക്കുക. എന്നിട്ട് പറയുന്നത്, ഇത് ഞാൻ നിങ്ങൾക്ക് തന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ. എന്തെങ്കിലും കാരണവശാൽ നിങ്ങളെ പോലീസ് പിടിക്കപ്പെട്ടാൽ ഒരിക്കൽ നിങ്ങൾ എന്റെ പേര് അവരോട് പറയരുത്. ഇനി അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. പിന്നീട് നിങ്ങൾ ഒരിക്കലും ജീവിച്ചിരിക്കില്ല. എന്റെ ഡാഡിക്ക് ഈ സമൂഹത്തിലുള്ള സ്ഥാനം എന്താണൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്നൊക്കെ ചോദിച്ച് അവരെ ഭീഷണിപ്പെടുത്താണ്ട്. എന്നിട്ട് അവരോട് സൂക്ഷിക്കണം, പോലീസിനെ മുന്നിൽ ചെന്ന് നിൽക്കരുത്, എന്റെ മുന്നിലും
നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് അവരെ വിടുകയാണ് കേട്ടോ. ശേഷം അവൾ ആ സ്വർണ്ണാഭരണങ്ങളും ക്യാഷൊക്കെ എടുത്തിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്ക് നേരെ നീട്ടിയ താലി ഏറ്റുവാങ്ങിയവൾ, ഞാൻ ചെയ്യേണ്ട ഭൂമി പൂജയുടെ വിളക്ക് കൊളുത്തിയവൾ, അവളെ ഇനി ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, അവൾ അനുഭവിക്കാൻ പോകുന്നേയുള്ളൂ എന്നൊക്കെ അവൾ നന്ദിനിയെക്കുറിച്ച് പകയോട് കൂടി പറയാൻ. പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ നന്ദി തിരിയെല്ലാം തെളിയിച്ച് അവൾ പ്രാർത്ഥിക്കാൻ. ആ സമയത്ത് അന്ന് അവളുടെ വിവാഹം കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്ന് കയറിയപ്പോൾ പത്മത്തിന്റെ പ്രതികരണം, പിന്നീട് അവളുടെ കണ്ണിലേക്ക് ആ മുളകിട്ട ജ്യൂസ് ഒഴിച്ചതും ഇപ്പോൾ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച അങ്ങനെ ഓരോ കാര്യങ്ങൾ അവൾ ആലോചിച്ചിട്ട് കരയാൻ. എന്നിട്ട് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി ഞാൻ ഇവിടെ നിന്നു, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയേ പറ്റൂ, ഇനി എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ആ ഷെൽഫിൽ നിന്നും അവളുടെ ബാഗ് എടുത്ത് പതിയെ ആ വീട്ടിൽ നിന്ന് പുറത്ത് കടക്കാൻ. ശേഷം ഗേറ്റും കടന്ന് അവർ റോഡിലെത്തുക. അങ്ങനെ അവൾ ആ റോഡിലൂടെ നടന്ന് നീങ്ങിയാണ്. അതേസമയം സൂര്യയെ കാണിക്കുന്നുണ്ട്. അവനിപ്പോൾ വിവേകിന്റെ വീട്ടിലാണ്. അവിടെ ആരതി നന്ദിനിയുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവൾ ഒരു പാവ പെൺകുട്ടിയാണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് അവൾ എന്നോട് ഇന്നലെ കരയുകയായിരുന്നു. സൂര്യ, നീ ഒരിക്കലും അവളോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു. അപ്പോൾ സൂര്യ ചോദിക്കുന്നതിന്, കുറെ നേരമായല്ലോ രണ്ടുപേരും കൂടി കിടന്ന് പ്രസംഗിക്കുന്നത്, എന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ അവളോട് ആര് പറഞ്ഞു? അത് ഇടപെടുന്നവർ ആരായാലും ഞാൻ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, ഏട്ടാ എന്തിനാണ് അവളോട് ഇങ്ങനെ? ഒന്ന് നല്ല രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞതിനൊക്കെ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്നതല്ലേയുള്ളൂ. ആ വീട്ടിൽ അവൾ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണെന്നോ നിൽക്കുന്നത്. അവൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല, എങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞൂടെ അവളോട്, ഒന്ന് ചേർത്ത് പിടിച്ചൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് അവൾ, ഏട്ടനെ അറിയോ, അന്ന് വിവേക് എന്നെ വിവാഹം കഴിച്ച സമയത്ത് വിവേകിന്റെ അമ്മക്ക് എന്നെ തീരെ ഇഷ്ടമില്ലായിരുന്നു. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഉപദ്രവിക്കുമായിരുന്നു. പക്ഷെ രാത്രിയിലെ വിവേക് തിരിച്ച് വീട്ടിൽ വരും മുല്ലപ്പൂ മാല കൊണ്ടുവരുമായിരുന്നു. അടുത്ത ദിവസം അമ്പലത്തിൽ പോകുമ്പോൾ ചൂടാൻ വേണ്ടിയിട്ട് അതെനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷെ വിവേകിന്റെ അമ്മയ്ക്ക് അത് തീരെ ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും വിവേക് അത് നിർത്തിയിട്ടില്ല, അത് തുറന്നുകൊണ്ടേയിരുന്നു. അമ്മക്ക് ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിട്ടും. അതുപോലെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നന്ദിനിക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൊടുക്കും. എന്നിട്ട് അവളെ ചേർത്തിയിരുത്തി അവളോട് സോറി പറ, അല്പസമയം അവളോട് സംസാരിപ്പിക്കുക, അവളെ സന്തോഷിപ്പിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന സൂര്യ പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ മുല്ലപ്പൂ അങ്ങനെയാകുമ്പോൾ അത് അമ്മക്ക് ഇഷ്ടപ്പെടുകയുമില്ല. അതെന്തായാലും നന്നായി, ആ അമ്മയോട് പക വീട്ടാനുള്ള ഒരു അവസരമാണ് ഈ മുല്ലപ്പൂമാല. എന്തായാലും താങ്ക് യു ആരതി, ഇന്ന് തന്നെ ഞാൻ പോകുമ്പോൾ മുല്ലപ്പൂമാലയുമായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് അവരിൽ നിന്നും ഇറങ്ങാൻ. എന്നാൽ വിവേകും ആരതിയും ആകെ ഷോക്കാവും. അവരൊരു എക്സാമ്പിൾ പറഞ്ഞ് അവനെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതാണെങ്കിലും അവനത് മനസ്സിലാക്കിയത് നേരെ തിരിച്ചായിരുന്നു. എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ പറഞ്ഞത് വേറെ, സൂര്യ മനസ്സിലാക്കിയത് വേറെ. അപ്പോൾ വിവേക് പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് അവൾ അവനോട് മനസ്സിലൊന്ന് സംസാരിക്കുമല്ലോ, അതോടുകൂടി അവരുടെ പ്രശ്നങ്ങളെല്ലാം തീരും എന്നൊക്കെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദിനി റോഡിലൂടെ നടക്കാൻ. അപ്പോഴാണ് സൈഡിലെ രണ്ടാളുകൾ നിൽക്കുന്നത്. ഒറ്റക്കാണോ, എവിടേക്കാ പോകുന്നത്? ഞങ്ങളെയും കൂടെ കൂട്ടാമോ, ഞങ്ങൾ വരട്ടെ എന്നൊക്കെ ചോദിച്ച് കളിയാക്കാണ്. നന്ദിനിയെക്കാട്ടെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ അവളൊന്നും കാര്യമാക്കാതെ വേഗം നടന്ന് നീങ്ങാട്ടോ. അങ്ങനെ അവൾ മെയിൻ റോഡിലെത്തുകയാണ്. ആ സമയത്ത് ബൈക്കിൽ വന്ന 2 പേർ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗും പറിച്ചുകൊണ്ട് ഓടിപ്പോവാൻ കേട്ടോ. നന്ദിനി ഏറെ ദൂരം അവരുടെ പിന്നാലെ ഓടി, അവൾക്ക് കൂടെ എത്താൻ പറ്റിയില്ല. അങ്ങനെ അവൾ ആകെ തളർന്ന് ക്ഷീണിച്ച് നിൽക്കുകയാണ്. അവസാനം അവൾ മുന്നിൽ കണ്ട ഒരു പൂക്കടയിൽ ചെന്ന് കയറാൻ അവരുടെ ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി എന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് 2 ആളുകൾ ചേർന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അയ്യോ, എന്നിട്ട് മോൾ എന്താ ചെയ്തു? ഇനി എന്ത് ചെയ്യും? അതിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. അതിൽ പണവും ആഭരണങ്ങളൊന്നും ഇല്ല, പക്ഷെ എനിക്ക് ബസ്സിനുള്ള വണ്ടിക്കൂലി അതിലായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയാൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് സൂര്യ അവിടേക്ക് വരുന്നത് അവൾ കാണുന്നത്. അവൾ ഉടൻ തന്നെ വേഗം അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. എന്നിട്ട് മെല്ലെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. സൂര്യ ആട്ടെ വണ്ടിയെല്ലാം സൈഡാക്കി അതിൽ നിന്നും ഇറങ്ങി പൂക്കാരിയോട് ചോദിക്കുന്നുണ്ട്, മുല്ലപ്പൂ ഇല്ല? ഇത് മാത്രമേ ഉള്ളൂ സാർ, പക്ഷെ മുല്ലപ്പൂവിന് നല്ല വിലയാണ് എന്നൊക്കെ പറയാണ്. അതൊന്നും പ്രശ്നമില്ല, ഉള്ള പൂവുകളെല്ലാം എടുത്തോളൂ. എന്താ സാർ, അമ്പലത്തിലേക്കാണോ എന്ന് ചോദിക്കേണ്ടത്? അല്ല, ഇതെന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്, അവൾക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയാൻ. അങ്ങനെ അപ്പോൾ ആ കടക്കാർ ചോദിക്കുന്നുണ്ട്, എങ്കിൽ മുല്ലമുട്ടുമുണ്ട് സാർ, നാളെ ആകുമ്പോഴേക്കും റെഡിയാവും, നിങ്ങളുടെ ഭാര്യയ്ക്ക് നല്ല ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ സൂര്യ അതും വാങ്ങിക്കാൻ കേട്ടോ. എല്ലാം ഒളിഞ്ഞു കണ്ടു നിൽക്കുന്ന നന്ദിനിക്ക് ഉള്ളിൽ സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ സൂര്യ ആ മുല്ലപ്പൂക്കളെല്ലാം വാങ്ങി കാറിൽ കൊണ്ടുപോയി വെക്കുകട്ടെ. എന്നിട്ട് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അവർ ക്യാഷ് പറയാണ്. ആ ക്യാഷൊക്കെ പേ ചെയ്തതിന് ശേഷം അവൻ വണ്ടിയിൽ പോയി കയറാൻ കേട്ടോ. ഇതെല്ലാം നന്ദിനി ഒളിഞ്ഞു നിന്ന് നോക്കാൻ കേട്ടോ. അവൾ ആലോചിക്കുന്നുണ്ട്, ഈശ്വര, സൂര്യ സാർ മുല്ലപ്പൂക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നത് എനിക്കായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വരുമ്പോൾ എന്നെ കാണാതെ എന്നാൽ പ്രശ്നമുണ്ടാകും. എന്തായാലും ഇനി ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചില്ല. എനിക്ക് എൻ്റെ വീട്ടിലെത്തണം. എൻ്റെ സഹോദരിമാരുടെയും മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും കൂടെ സന്തോഷത്തോടെ കഴിയണം. ഞാൻ എന്തിന് അവരുടെ ആട്ടും തുപ്പും ഉപദ്രവവും സഹിച്ച് ആ വീട്ടിൽ കഴിയുന്നു? സൂര്യ സാർ വരെ അവരുടെ വായ കൊണ്ട് പറഞ്ഞില്ല.
അത്രയും വലിയ വീട്ടിൽ ജീവിക്കാനുള്ള യോഗ്യൊന്നും എനിക്കില്ല, ഞാൻ വെറും വേലക്കാരിയാണെന്ന് അദ്ദേഹത്തിന്റെ ആരുമല്ല എന്ന് വരെ പറഞ്ഞു. ഇനി എന്തിന് ഞാൻ അവിടെ നിൽക്കണം? സ്വന്തം അമ്മയോട് വാശി തീർക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് അദ്ദേഹം എന്നെ കാണുന്നത്. അതുകൊണ്ട് ഇനി വയ്യ, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയാൻ ട്ടോ. എന്നിട്ട് അവൾ തിരിച്ച് ആ പൂക്കടയിൽ ചെല്ലാണ്. ആ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എനിക്ക് വണ്ടിക്കൂലി എന്തെങ്കിലും തരുമോ? എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല, രാത്രി ആയില്ലേ, ഇനി ഞാൻ എനിക്ക് വീട്ടിൽ പോകണം, എന്ത് ചെയ്യും എന്നൊക്കെ പറയാൻ. അങ്ങനെ അവർ പറയുന്നുണ്ട്, എന്തായാലും മോൾക്ക് ഭാഗ്യമോ, അതുകൊണ്ടാണ് ഒരു സാറ് വന്ന് ഉള്ള മുല്ലപ്പൂ എല്ലാം വാങ്ങിച്ചു, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നും ഒരു പങ്ക് കൊടുക്കാൻ കേട്ടോ. ഒത്തിരി നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരോടൊക്കെ നന്ദി പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് ഇറങ്ങാൻ. എന്നിട്ട് അവൾ ഒരു ഓട്ടോയിൽ കയറുകയാണ് കേട്ടോ. അതേസമയം ഇന്ദ്രജയും വേദയും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോളിലെത്തുകയാണ്. ടേബിളിനടുത്ത് നിന്ന് അവർ നന്ദിനിയെ വിളിക്കുന്നുണ്ട്. പക്ഷെ നന്ദിനിയുടെ വിളി കേൾക്കുന്നില്ല. അങ്ങനെ അവർ ഇവൾ എവിടെ പോയി കിടക്കുക എന്ന രീതിയിൽ അടുക്കളയിൽ ചെന്ന് നോക്കുകയാണ് ട്ടോ. ആ സമയത്ത് അവിടെ എങ്ങും നന്ദിനിയെ കാണുന്നില്ല. എവിടെ പോയി നന്ദിനി എന്നവർ പറഞ്ഞ് പുറത്തെല്ലാം ഇറങ്ങി നോക്കുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ച് റൂമിലെത്തി മമ്മിയോട് പറയും, മമ്മി ആ നന്ദിനിയെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ, ഇനി അവൾ വീട് വിട്ടു പോയോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പത്മ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കൂടുതൽ സൗകര്യമായി, അവൾ ഈ വീട് വിട്ടു പോകണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ കളികളും കളിക്കുന്നത്. ഇന്നത്തെ ഒരു സംഭവം കൊണ്ട് അങ്ങനെയാണ് ഒരു ഉപകാരം ഉണ്ടായതെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നൊക്കെ പറയാം. ഇത് കേട്ട് യതീന്ദ്ര സാറും അവിടെ എത്തുന്നുണ്ട്. അവരും നന്ദിനിയെ തിരയാൻ ട്ടോ. അപ്പോൾ വിജയ് വന്ന് പറയുന്നുണ്ട് നന്ദിനിയെ കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയാണ്, അവൾ ഇവരെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തന്നെയാണ് അതിനുള്ള കാരണക്കാർ. സൂര്യ ഈ വീട്ടിൽ തിരിച്ചെത്തുന്നതിന് മുൻപേ അവളെ ഇവിടെ എത്തിക്കണം, ഇല്ലെങ്കിൽ എല്ലാവരും വിവരം അറിയും എന്ന് പറയാൻ ട്ടോ. അങ്ങനെ അതേസമയം തന്നെ സൂര്യ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ അവൻ മുല്ലപ്പൂവും എല്ലാം കൊണ്ട് മുകളിലേക്ക് കയറി പോവാൻ ട്ടോ. അപ്പോൾ റൂമിൽ നോക്കുമ്പോൾ നന്ദിനിയെ കാണുന്നില്ല. നന്ദിനി നന്ദിനി എന്ന് അവൾ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്, പക്ഷെ നന്ദിനി എത്തുന്നില്ല. അപ്പോഴാണ് യതീന്ദ്ര സാർ അവൻ്റെ അടുത്ത് പോയി പറയുന്നത്, നന്ദിനി ഇവിടെ ഇല്ല മോനെ, ഈ വീട്ടിലുള്ളവരുടെ ഉപദ്രവം സഹിക്കാനാവാതെ അവൾ ഈ വീട് വിട്ടു പോയി എന്നാണ് തോന്നുന്നത് എന്ന്. ഇത് കേൾക്കുമ്പോൾ സൂര്യ വല്ലാണ്ട് ഇമോഷണലായി നിൽക്കുകയാണ്. അതേസമയം നന്ദിനി ആട്ടെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് വഴിയിൽ വെച്ച് നേരത്തെ വന്ന 2 മോഷ്ടാക്കളെ കാണുന്നത്. അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അവർ നന്ദിനിയെ കാണുകയാണ്. അയ്യോ എന്ന് പറയുന്നുണ്ട് അവര്. അതേസമയം നന്ദിനി ഓട്ടോക്കാരനോട്, ചേട്ടാ ഓട്ടോ നിർത്തൂ എന്ന് പറയാൻ. എന്നിട്ട് അവിടെ ഇറങ്ങാൻ ട്ടോ. ശേഷം നിൽക്കട അവിടെ എന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ ഓടുകയാണ്. അതേസമയം അവർ ഫോൺ എടുത്ത് മിത്രയെ വിളിക്കുന്നുണ്ട്. മാഡം, നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ പെൺകുട്ടിയില്ലേ, അവളെ ഇപ്പോൾ ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു, അവൾ ഒറ്റയ്ക്കാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവളെ വിടരുത്, നിങ്ങൾ അവളെ ഫോളോ ചെയ്യ് എന്ന് മിത്ര പറയാൻ ട്ടോ. അങ്ങനെ ഓക്കെ മാഡം എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യാം. എന്നിട്ട് അവർ നന്ദിനി കാണും വിധം സാവകാശം നടക്കാൻ. നന്ദിനി ആവട്ടെ അവരുടെ പിന്നാലെ തന്നെ നിൽക്കവിടെ എന്നും പറഞ്ഞ് ഓടിയെത്തുകയാണ്. റോഡ് ക്രോസ് ചെയ്തതിനിടയിൽ ഒരു വണ്ടി തെറ്റി നന്ദിനി താഴെ വീഴാൻ ട്ടോ. എന്നാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് ആരാണ്? മിത്രയായിരുന്നു. അവൾ ഈ സീൻ കാണുമ്പോൾ സന്തോഷം കൊണ്ട് നിൽക്കുകയാണ്.